ഗുഡ് മോർണിംഗ്. സമയം 9:32 ആയിട്ടുണ്ട്. നമുക്ക് നിഫ്റ്റിയുടെ ലെവൽസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നിഫ്റ്റി ഓൾറെഡി ബുള്ളിഷായിട്ട് പോവാണ്. ആ ഒരു ഡെയിലി ഐഡീസ് നോക്കുകയാണെങ്കിൽ അപ്സൈഡ് ലിക്വിഡിറ്റിയും ടാപ്പ് ചെയ്തിട്ടുണ്ട് നിഫ്റ്റിയിൽ. അതുപോലെ 26.40 എന്നുള്ള ലെവലാണ് ഒരു അപ്സൈഡ് ലിക്വിഡിറ്റി. അതല്ലാതെ 25,984 ഉണ്ട്. രണ്ടും ടാപ്പ് ചെയ്തിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് മാർക്കറ്റ്. ഡൗൺ സൈഡ് ആണെങ്കിൽ 25,840 ലിക്വിഡിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ ഓവറോൾ ബുള്ളിഷ് മാർക്കറ്റ് തന്നെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ ഡെയിലി ഐഡിയക്സ് എടുത്തുകൊണ്ട് ചെറിയൊരു റിവേഴ്സൽ നമുക്ക് പ്ലാൻ ചെയ്യാം, നോക്കാം. ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിലും ഒരു അപ്സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. നമുക്ക് താഴേക്കുള്ള ട്രേഡ് നോക്കുകയാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. ബാങ്ക് നിഫ്റ്റി ഒക്കെ 26.40 മുകളിലേക്ക് മാർക്കറ്റ് പോവുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അവിടെ നിന്നൊരു ട്രേഡ് താഴേക്ക് എടുക്കാം. ഡയറക്റ്റ് ട്രേഡ് തന്നെ അവിടെ നിന്ന് ചെയ്യാം. 26.40 മുകളിലേക്ക് ഒരു ക്യാൻഡിൽ പോയിട്ട് അടുത്ത ക്യാൻഡിൽ അതിൻ്റെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഒരു പുട്ട് ഓപ്ഷൻ എടുക്കാം. 26.50 പുട്ട് ഓപ്ഷൻ. പിന്നെ എന്താ പറയുക, പുട്ട് ഓപ്ഷൻ നമുക്ക് ബൈ ചെയ്യാം. അപ്പം നമുക്ക് ഇന്നത്തെ ഒരു 5 മിനിറ്റ്സ് ഐഡിയക്സ് ഏരിയ ഉണ്ട്, അതുവരെ ടാർഗറ്റ് വെക്കാം. അല്ലെങ്കിൽ 5 മിനിറ്റ്സ് ഐഡിയക്സ് വരെ വെക്കാം. അല്ലെങ്കിൽ ഒരു 50 മിനിറ്റ്സിന്റെ ലോ ടാപ്പ് ചെയ്യുന്ന സമയത്ത് എക്സിറ്റ് ചെയ്യാൻ നോക്കാം. എന്തും ചെയ്യാം എൻട്രി കിട്ടുകയാണെങ്കിൽ. കാരണം മാർക്കറ്റ് ബുള്ളിഷ് ആയതുകൊണ്ട് ചിലപ്പോൾ ഒരു 15 മിനിറ്റ് ക്യാൻഡിലെ ലോ എടുത്തിട്ട് വീണ്ടും മുകളിലേക്കും പോകാനും പോസിബിലിറ്റി ഉണ്ട്. ഇതാണ് ഇപ്പോൾ ഒരു 5 മിനിറ്റ്സ് ഐഡിയക്സ് 25,978. അത് ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എക്സിറ്റ് ചെയ്യാം. അതാണ് പ്ലാൻ. നോക്കാം, എൻട്രി വരട്ടെ. ഒന്നുകൂടി മാർക്കറ്റ് മുകളിലേക്ക് പോയാൽ ഞാൻ എൻട്രി എടുക്കും, അപ്ഡേറ്റ് ചെയ്യാം. നമ്മുടെ 26.44 വന്നിട്ടില്ല. ഒന്നുകൂടി മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ട് അത് ടാപ്പ് ചെയ്തിട്ട് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ താഴേക്ക് നോക്കാം. ഞാൻ പറഞ്ഞ പോലെ പെട്ടെന്ന് പോയി ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 50 മിനിറ്റ്സിന് ലോക്ക് എടുക്കുമ്പോൾ വേണമെങ്കിൽ ടാർഗറ്റിലേക്ക് ഇറങ്ങുകയും ചെയ്യാം. അല്ലെങ്കിൽ 5 മിനിറ്റ്സ് ഐഡിയക്സ് ലെവലിൽ ഇതാക്കുകയും ചെയ്യാം. അതിൽ അതാണിപ്പം അവസ്ഥ. ഒന്നുകൂടി വരട്ടെ, മാർക്കറ്റ് ഒന്ന് മുകളിലേക്ക് പോയാലേ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഉള്ളൂ ട്രേഡ് എടുക്കാൻ. കാരണം നമ്മൾ 6 പോയിന്റ് SL ആണ്. നമ്മൾ താഴേക്ക് പോകുന്ന മാർക്കറ്റ് ചാടി കയറിയിട്ട് നമുക്ക് കാര്യമില്ല. ഒരു ലിക്വിഡിറ്റി ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തെന്ന് തോന്നുകയാണ് ആ ഒരു ഏരിയയിൽ നിന്ന് എടുത്താൽ നമുക്ക് ഈ 6 പോയിന്റ് SL ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് അതിൽ പിടിച്ച് നിൽക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് അടിച്ചു പോകും ചെറിയ റിവേഴ്സിൽ വരുമ്പോഴേക്കും. വെയിറ്റ് ചെയ്യാം, അങ്ങോട്ട് എത്തട്ടെ. അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പോയിട്ട് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നന്നാവും. കാരണം നമുക്ക് എന്താ വെച്ചാൽ അടുത്തൊരു 50 മിനിറ്റ്സ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ ലോ ടാപ്പ് ചെയ്യുമ്പോൾ സമയത്തെ ചിലപ്പോൾ ബുള്ളിഷ് മാർക്കറ്റ് ആയതുകൊണ്ട് ചിലപ്പോൾ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ലോ എടുക്കുമ്പോൾ മാർക്കറ്റ് മേലേക്കും പോകാൻ പോസിബിലിറ്റി ഉണ്ട്. നോക്കാം. വരട്ടെ. കുറച്ചും കൂടി ഒന്ന് മേലേക്ക് വരട്ടെ. വെയിറ്റ്. പ്രീമിയം ഏകദേശം ഒരു 87 റേഞ്ചൊക്കെയാണ്. നമുക്കൊരു 85, 84 ആ റേഞ്ചിലൊക്കെ വരും മിക്കവാറും നമ്മുടെ എൻട്രി ഏരിയയിലേക്ക് വരികയാണെങ്കിൽ മാർക്കറ്റ്. നോക്കാം. ഓടി മേലേക്ക് വരട്ടെ, അത് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഒരുപാട് സമയം കഴിഞ്ഞിട്ട് വരികയാണെങ്കിൽ പിന്നെ നമുക്ക് ചിലപ്പോൾ ടാർഗറ്റും സീനാവും. 5 മിനിറ്റ്സ് ഐഡിയസ് ഓക്കെയാണ്. ഞാൻ പറയാം, ചില സമയത്ത് 50 മിനിറ്റ്സിൻ്റെ ലോ എടുത്ത് മാർക്കറ്റ് മേലേക്ക് പോകാൻ പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ഓക്കെ. വരുന്നുണ്ട്. ആ ഡേ ഹൈ വീണ്ടും എടുത്തിട്ടുണ്ട്. 26.38 ഒക്കെ ആയിട്ടുണ്ട്. ഒരു 40ന്റെ മുകളിലേക്ക് പോയാൽ നമുക്ക് എടുക്കാം. 41, 42 വന്നെടുക്കാം. വീണ്ടും ആ ഡേ ഹൈ എടുത്തിട്ട് താഴേക്ക് തന്നെ വരുന്നുണ്ട്. ഏതായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാൻ അപ്ഡേറ്റ് ചെയ്യാം എൻട്രി കറക്റ്റ്. നമുക്കൊരു അപ്സൈഡ് ട്രേഡ് എടുക്കാം. ഒരു 50 മിനിറ്റ്സ് ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഒരു കോൾ ഓപ്ഷൻ വാങ്ങാം. നമ്മൾ ഡൗൺ സൈഡിലേക്ക് നോക്കുന്ന ഏരിയയിൽ നിന്ന് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടില്ല, അവിടെ ടാപ്പ് ചെയ്തിട്ടില്ല. എക്സാക്ട് അതിൻ്റെ തൊട്ടടുത്ത് നിന്ന് താഴേക്ക് വന്നിട്ട് ഒരു 50 മിനിറ്റ്സിൻ്റെ ഒക്കെ ലോ എടുത്തിട്ടുണ്ട്. 50 മിനിറ്റ് ലോ എടുത്ത് കുറച്ചൊന്നും ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് പ്രീവിയസ് ഡേയിൽ സംഭവിച്ച മാതിരി സംഭവിക്കാൻ കുറച്ചും കൂടി വെയിറ്റ് ചെയ്തിട്ടാണ് ചെയ്തത്. അതുപോലെ ചെറിയ ട്രെൻഡ് ലൈനൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് താഴെ വന്നിട്ടുണ്ട്. നമ്മൾ താഴെയുള്ള 5 മിനിറ്റ്സ് ഐഡിയസിന് മേലേക്ക് കയറിയാലും മതി. പക്ഷേ ചില സമയത്ത് ഉണ്ടോ മാർക്കറ്റ് അപ്സൈഡ് ഡയറക്ഷൻ ആകുമ്പോൾ ചിലപ്പോൾ ഒരു 50 മിനിറ്റ്സ് ക്യാൻഡിൻ്റെ ലോ എടുത്തും പലപ്പോഴും പോകുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കെയർ ചെയ്യുന്നുള്ളൂ. ഇത് ടാർഗറ്റ് വരികയാണെങ്കിൽ നമുക്ക് താഴേക്ക് ഒരു ട്രേഡ് നോക്കാം. ഇത് SL വരികയാണെങ്കിൽ നമുക്ക് 5 മിനിറ്റ്സ് ഐഡിയസ് ഉണ്ട് താഴെ. നമ്മൾ ഫസ്റ്റ് 26.40 എത്തുമ്പോൾ താഴേക്ക് ട്രേഡ് നോക്കിയ ടാർഗറ്റ് വെച്ച് ഏരിയ ഉണ്ടല്ലോ, അവിടെ എത്തുമ്പോൾ വേണമെങ്കിൽ ഒരു ട്രേഡും കൂടി അപ്സൈഡിലേക്ക് എടുക്കാം. ഏതാണോ വരുന്നത് നോക്കാം. അപ്പോൾ ടാർഗറ്റ് അടിക്കുകയാണെങ്കിൽ താഴേക്കായിരിക്കും ട്രേഡ് ഉണ്ടാവുക.
എസ് എൽ അടിച്ച് വീണ്ടും വീണ്ടും താഴേക്ക് പോവുകയാണെങ്കിൽ ആ ഒരു 5 മിനിറ്റ്സ് IDX എത്തുകയാണെങ്കിൽ മേലേക്കുമായിരിക്കും ട്രേഡ് ഉണ്ടാവുക. ഏതായാലും നോക്കാം നമുക്ക്. ഞാനൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചു തരാം. ചെറിയൊരു പ്രോഫിറ്റിലാണ് ഇപ്പോൾ. ബാങ്ക് നിഫ്റ്റി ഇത് നേരത്തെ ഈ പറഞ്ഞ പോലെ 59,500 മുകളിൽ കുറച്ച് നേരമായിട്ട് സസ്റ്റെയിൻ ചെയ്ത് നിന്നിട്ട് റിവേഴ്സൽ വന്നതാണ് 50,500 താഴേക്ക്. ചിലപ്പോൾ ഒരു ബൗൺസ് ബാക്ക് പ്രതീക്ഷിക്കാം. പ്രീമിയത്തിൻ്റെ ഇറക്കാണല്ലേ, പ്രീമിയം നല്ല വരവ് വരുന്നു. ക്യാൻഡിൽസ് മിക്കവാറും താഴെയുള്ള 5 മിനിറ്റ്സ് IDX വരെ ടാപ്പ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഡേലോ എടുത്തിട്ട് മേലേക്ക് നോക്കാം നമുക്ക്. എസ് എൽ അടിക്കുകയാണെങ്കിൽ പിന്നെ ഒന്നുകൂടി ഡേലോലോ അല്ലെങ്കിൽ 5 മിനിറ്റ്സ് IDX ഒരു ട്രേഡ് കൂടെ അറ്റംപ്റ്റ് ചെയ്ത് നോക്കാം. ഡേലോ എടുക്കുമ്പോൾ ഡേലോ വരെ പോവോ, 5 മിനിറ്റ്സ് IDX താഴേക്ക് തന്നെ പോവോന്നറിയില്ല. മാർക്കറ്റ് കൺഫ്യൂസിങ് ആണ്. കൺഫ്യൂസിങ് വെച്ചാൽ ഇന്ന് ഡെയിലി ടൈം ഫ്രെയിമിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. കാരണം നമ്മൾ നേരത്തെ ഡെയിലി ടൈം ഫ്രെയിമിൽ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി എടുത്തിട്ട് മാർക്കറ്റ് വീണ്ടും ലോ എടുത്തിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോയി. അതേപോലെ ഇന്ന് മാർക്കറ്റ് ടാപ്പ് ചെയ്തത് അപ്സൈഡ് ലിക്വിഡിറ്റിയാണ്. അപ്സൈഡ് ലിക്വിഡിറ്റി എന്ന് വെച്ചാൽ ഡെയിലി ടൈം ഫ്രെയിമിൻ്റെ അപ്സൈഡ് IDXും ടാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം നോക്കുകയാണെങ്കിൽ നമുക്ക് താഴേക്കും ഓപ്പർച്യൂണിറ്റി ഉണ്ട്. കാരണം ഡെയിലി ടൈം ഫ്രെയിമിൽ അപ്സൈഡ് ലിക്വിഡിറ്റി ഇപ്പം ഇന്ന് ടാപ്പ് ചെയ്തിട്ടുണ്ട്. 2 ദിവസം മുമ്പ് ഇതിൻ്റെ താഴെ ടാപ്പ് ചെയ്തിട്ട് മേലെ പോയിട്ട് മേലെ ടാപ്പ് ചെയ്തു. സിംഗിൾ ക്യാൻഡിൽ ഉണ്ടാക്കിയൊരു IDX ആണത്. പിന്നെ IDX എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് എല്ലാവരും വീഡിയോയിൽ കുറേ ഡൗട്ട് കമൻറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേ കണ്ടിട്ടുണ്ട്, റിപ്ലൈ ചെയ്യാൻ വിട്ടുപോയതാണ്. ഒന്നുമില്ല, ഇൻഡ്യൂസ്മെൻറ്റ് തന്നെയാണ്. ഇൻഡ്യൂസ്മെൻറ്റ് എന്നാണ് IDX എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നുമില്ല, അതിൽ ഒരു ലിക്വിഡിറ്റി ഏരിയ എന്ന് മനസ്സിലാക്കിയാൽ മതി. അതായത് മേ ബി ഒരു സിങ് ഹൈ ആവാം, സിങ് ലോ ആവാം. കൂടുതൽ ആളുകൾ സ്റ്റോപ്പ് ലോസ് വെക്കാൻ ചാൻസ് ഉള്ള ഏരിയകളെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ വലിയ വേറെ അർത്ഥങ്ങളൊന്നും ഇല്ല അതിൽ കേട്ടോ. ഓക്കെ, ഏതായാലും ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചു തരാം. ഫാസ്റ്റ് ഫോർവേഡ് അടിക്കാൻ സമയം കിട്ടി കഴിയുമ്പോൾ NSL അടിച്ചിട്ടുണ്ട്. സ്റ്റോപ്പ് ലോസ് ആയിട്ടുണ്ട്. നമ്മളെ എന്താ പറയുക, ഞാൻ വിചാരിച്ച ഏരിയയിൽ നിന്ന് മാർക്കറ്റ് അപ്സൈഡിലേക്ക് പോകുന്നിട്ടില്ല. 105.80 എൻട്രി, 99.60 എക്സിറ്റ്. ഇനി നമുക്ക് എൻട്രി ഇപ്പോൾ വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിഫ്റ്റിയിൽ ആ ഒരു 5 മിനിറ്റ്സ് IDX ടാപ്പ് ചെയ്തിട്ട് താഴേക്ക് വരികയാണെങ്കിൽ എൻട്രി നോക്കാം. ഇനി അതല്ല വീണ്ടും ഡേ ഹൈ ആണ് പോയി ആദ്യം എടുക്കുന്നതെങ്കിൽ 26.40 ടാപ്പ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ SL അടിച്ചതിന് ശേഷം ഡേ ഹൈ പോയി എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അപ്സൈഡ് ട്രേഡ് കൊടുക്കാം. ഇല്ല, 5 മിനിറ്റ്സ് IDX ടാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ട്രേഡും കൂടെ അപ്സൈഡിലേക്ക് തന്നെ നോക്കാം. ഇതൊരു ട്രെയിലിംഗ് മെത്തേഡ് ഞാൻ യൂസ് ചെയ്യുന്നത്. കാരണം ഒരു കൺഫ്യൂസിങ് ആണ്, ബുള്ളിഷ് ആണോ ബെയറിഷ് ആണോ എന്നുള്ള ഒരു. അതുകൊണ്ട് നമ്മൾ ഒരു ക്യാൻഡിൽ ടാപ്പിൻ്റെ പരീക്ഷ നോക്കാം. 26,600 കോൾ ഓപ്ഷൻ സെയിം, പിന്നെ 6 പോയിന്റ് SL വെച്ചിട്ട് സെയിം തന്നെ എടുത്തത്. 26,000 കോൾ ഓപ്ഷൻ തന്നെ എടുത്തത്. പക്ഷെ ഡേലോന്റെ തൊട്ടടുത്തുന്ന മാർക്കറ്റ്, ഡേലോന്റെ അടുത്ത് ചിലപ്പോൾ ഡേലോ കൂടി എടുക്കാനും പോസിബിലിറ്റി ഉണ്ട്. 26.40 വരെ നമുക്ക് ടാർഗറ്റ് വെക്കാം. ട്രെയിലിംഗാണ് യൂസ് ചെയ്യണം. കാരണം അപ്പ് സൈഡ് ആയാലും ഡൗൺ സൈഡ് ആയാലും ഈക്വൽ പ്രോബബിലിറ്റി ആണുള്ളത്. അപ്പം ചിലപ്പോൾ ഡേലോയും കൂടി എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ പോവുക, അതറിയില്ല. എങ്ങനെയാലും 1:2 എബോ വരികയാണെങ്കിൽ ഞാൻ കോസ്റ്റ് പ്രൈസിലേക്ക് വെക്കും. ഇനി അതല്ല, നേരെ പോയിട്ട് ഡേലോ എടുക്കുകയാണ് താഴെ പോവുകയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് അടിക്കുകയാണെങ്കിൽ നമ്മൾ ഇന്നത്തെ ട്രേഡ് സ്റ്റോപ്പ് ചെയ്യും. വേറെ ട്രേഡ് ഉണ്ടാവില്ല. രണ്ട് SL അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. ഇന്നലെയും നമുക്ക് 2 സ്റ്റോപ്പ് ലോസ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ അധിക ദിവസം പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, മാർക്കറ്റിൻ്റെ അവസ്ഥ അതാണ്. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞ സാധനം ഒന്നും ഉണ്ടാവില്ല. നമുക്ക് ചിലപ്പോൾ കണ്ടിന്യൂസ് 3 ദിവസം 4 ദിവസം SL ആയിരിക്കാം. ചിലപ്പോൾ 1-2 ദിവസം ടാർഗറ്റ് ആയിരിക്കാം. അല്ലെങ്കിൽ ഒരു ദിവസം ടാർഗറ്റ് കിട്ടിയാൽ മതി, 3 ദിവസം SL അടിച്ചാലും നമുക്ക് കവർ ചെയ്യാൻ പറ്റും. നോക്കാം, കുഴപ്പമില്ല. നമുക്ക് പിന്നെ എന്താ പറയുക,
ഇമോഷണലി പ്രോബ്ലം വന്ന് ട്രേഡ് എടുക്കാതിരുന്നാൽ മതി. മാക്സിമം ഒരു ദിവസം നമ്മളൊരു ലോസ് ലിമിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് എന്താ വെച്ചാൽ വേറെ പ്രശ്നം ഉണ്ടായിട്ടില്ല. നമുക്ക് എത്ര എക്സ്പീരിയൻസ് ഉണ്ടായാലും നമ്മുടെ ഇമോഷണലി പ്രശ്നം വരും അവിടെ. നമ്മൾ പിന്നീട് എടുക്കുന്ന ട്രേഡുകൾ ചിലപ്പോൾ പ്രോപ്പർ ഏരിയയിൽ നിന്നൊക്കെ നമുക്ക് കയറാനൊന്നും ഒരു ടെൻഡൻസി ഒന്നും തോന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ്. അല്ലാതെ നമുക്ക് നല്ല ഏരിയകൾ ഇനിയും കണ്ടുപിടിക്കാൻ അറിയിട്ടില്ല. എപ്പോഴും റിസ്ക്, ടോട്ടൽ നമ്പർ ഓഫ് ട്രേഡ്സ് എപ്പോഴും കൺട്രോൾ ചെയ്യാനുള്ള കാരണം അതാണ്. ഇതും താഴേക്ക് തന്നെ SL-ലേക്ക് തന്നെ പോകുന്നതാക്കി തോന്നുന്നു. മിക്കവാറും ഇന്ന് രാവിലെ തന്നെ 10 മണിയാകുമ്പോൾ തന്നെ നമ്മുടെ പരിപാടിയൊക്കെ നിർത്തി വെക്കേണ്ടി വരും. പിന്നെ നമുക്ക് ചാർട്ടൊക്കെ നോക്കാം. നമുക്ക് ബാക്കിയുള്ള സമയങ്ങളിൽ ചാർട്ട് അനലൈസ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ചാർട്ട് അനലൈസ് ചെയ്യുക, പ്രീവിയസ് ഡേയിൽ മാർക്കറ്റ് എങ്ങനെയാണ് റിയാക്ട് ചെയ്ത് മൂവ് ചെയ്ത് നോക്കാം. എന്തെങ്കിലും ഒരു പ്രൈസ് ആക്ഷൻ പാറ്റേൺ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊന്ന് നോക്കുക. അതായത് ഏതെങ്കിലും ടൈപ്പ് നമുക്ക് ലിക്വിഡിറ്റി ആയിട്ട് ഒരു സിംഗ് ലോൻ്റെ താഴെ എത്തിയപ്പോൾ സമയത്ത് മാർക്കറ്റ് എങ്ങനെയാണ് മുകളിലേക്ക് പോയത് എന്നോ, അല്ലെങ്കിൽ ഒരു ഹയസ്റ്റ് ലിക്വിഡിറ്റി ഏരിയയിലേക്ക് മാർക്കറ്റ് എങ്ങനെയാണ് താഴേക്ക് വന്നതെന്നോ, കോമൺ ആയിട്ട് എന്തെങ്കിലും ഒരു സ്റ്റൈൽ ഓഫ് മൂവ്മെൻറ്റ്സ് ക്യാൻഡിൽസ് നോക്കിയിട്ട് കാണുകയാണെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും പിന്നീട് മാർക്കറ്റിൽ. വെറുതെ ഇരിക്കേണ്ട. നമുക്ക് സമയം SL അടിച്ചു കഴിഞ്ഞു എന്ന് വിചാരിച്ച് പിന്നെയും മാർക്കറ്റിലേക്ക് തന്നെ നോക്കിയിരിക്കേണ്ട. പ്രീവിയസ് ഡേയിലെ ചാർട്ടുകളൊക്കെ നോക്കാൻ പറ്റും അത്തരം സമയങ്ങളിൽ. തിരിച്ച് കയറുന്നുണ്ടല്ലേ, നോക്കാം. സ്റ്റോപ്പ് ലോസ് അടിക്കുകയാണോ ഓക്കെ. ഇനി അതല്ല മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ട്രെയിലിംഗ് മെത്തേഡ് യൂസ് ചെയ്യാം. ഒരു 1:2 എബോവ് വരികയാണെങ്കിൽ അത് 1:2 വരണമെങ്കിൽ ഇപ്പം നമുക്ക് നേരത്തെ 2700 ലോസ് കാണിച്ചതല്ലേ. അപ്പോൾ 2700 പ്രോഫിറ്റിൽ കാണിക്കണം. ലോസും കവർ ചെയ്ത് പ്രോഫിറ്റിലേക്ക്, അതായത് 5400 രൂപയൊക്കെ പ്രോഫിറ്റ് വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോപ്പ് ലോസ് മോഡിഫൈ ചെയ്തിട്ട് കോസ്റ്റ് പ്രൈസിലേക്ക് വെച്ച് കൊടുക്കാം. ഏതായാലും ഞാനൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചു തരാം. സമയം 11:10 നമ്മളെ നിഫ്റ്റിയിലെ ട്രേഡ് കോസ്റ്റ് പ്രൈസിൽ SL അടിച്ചു ചെറിയൊരു പ്രോഫിറ്റ് ഇറങ്ങിയിട്ടുണ്ട്. ഇന്നലെ ഗോൾഡിൻ്റെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ. ഈ ഗോൾഡിൽ ഇന്നലെ ഒരുപാട് ലിക്വിഡിറ്റി, ചെറിയ ടൈം ഫ്രെയിമിൽ ലിക്വിഡിറ്റി ഉണ്ടാക്കുക, താഴെ പോവുക, അപ്സൈഡ് ഉണ്ടാക്കുക, 42.18 ഉണ്ടാക്കി അവിടെ ടച്ച് ചെയ്ത് താഴെ പോവുക, താഴെ ഒരു ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്യുക, മേലെ പോവുക, അങ്ങനെ മാർക്കറ്റ് മൂവ് ചെയ്തു. അപ്പോൾ ലാസ്റ്റ് ഞാനൊരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. എക്സാക്ട്ലി ഇതിൻ്റെ SL അടിച്ചിട്ട് ടാർജറ്റിലേക്ക് പോയ ട്രേഡാണ്. നല്ല ഇമോഷണൽ ഇത് വന്ന ട്രേഡായിരുന്നു അത്. നല്ല കാരണം ഞാൻ ഓൾറെഡി ഈ ഒരു ലിക്വിഡിറ്റി ടാപ്പ് ചെയ്ത സമയത്ത് ഈ ഒരു അവിടെ 42.10 ടാപ്പ് ചെയ്ത സമയത്ത് അപ്സൈഡിലേക്ക് കയറിയത്. ഞാൻ ആ ടാർജറ്റ് കുറച്ച് വലിയ ടാർജറ്റാണ് വെച്ചിരുന്നത്. പക്ഷേ എന്ത് ചെയ്യാനാ, മാർക്കറ്റ് കറക്റ്റ് അത് ഡെയിലി ടൈം ഫ്രെയിമിലൊക്കെ ഒരു ഹൈയസ്റ്റ് ഏരിയ, അതായത് നോർമലി ഡെയിലി ടൈം ഫ്രെയിമിൽ ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം മാർക്കറ്റ് സാധാരണ താഴേക്കാണ് ഇറങ്ങാറുള്ളത്. പക്ഷെ ഒരുപാട് ദിവസമായിട്ട് ആ ഒരു ഏരിയ തന്നെ നിന്ന് കളിക്കുന്നതിനെ കൊണ്ട് ഞാൻ വിചാരിച്ചു ആ ഒരു ഹൈയസ്റ്റ് ഏരിയ എടുക്കുന്നു. ഞാൻ കറക്റ്റ് അവിടെ നിന്ന് കയറി ടാർജറ്റ് വരെ വെച്ച, പക്ഷേ കറക്റ്റ് താഴേക്ക് തന്നെ വന്നു എൻ്റെ SL അടിച്ചിട്ടാണ് പോയത്. ഇവിടെ ഒരു 50 മിനിറ്റ്സ് ലിക്വിഡിറ്റി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് കറക്റ്റ് ടാപ്പ് ചെയ്തു. അവിടെ ടാപ്പ് ചെയ്തിട്ട് താഴേക്ക് വന്നിട്ട് എൻ്റെ എടുത്തതിന് ശേഷം എൻ്റെ SL ജസ്റ്റ് ഹിറ്റായിട്ട് കറക്റ്റ് അങ്ങ് പോയി ചെയ്ത്. അതായത് ഹെവി, ഞാൻ ഈ ഒരു മന്ത് തന്നെ ഏറ്റവും ബെസ്റ്റ് ട്രേഡ് ആയിരിക്കും എന്നൊക്കെ വിചാരിച്ച ട്രേഡാണ്. അത് ടാർജറ്റ് അടിച്ചിരുന്നത്. പക്ഷെ എന്ത് ചെയ്യാനാ, കറക്റ്റ് ടിപ്പിൽ SL അടിക്കാന്നൊക്കെ പറഞ്ഞില്ലേ. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നിഫ്റ്റി ഗോൾഡിൽ എന്താ വെച്ചാൽ ഞാൻ വലിയ ടാർജറ്റുകളൊക്കെ വെക്കുന്നൊക്കെ അത്യാവശ്യം ഒരു 1:2, 3 ഒക്കെ പോയിട്ട് വന്നിട്ട് വീണ്ടും ലിക്വിഡിറ്റി എടുത്ത് പോവാണ്. അതായത് ചെറിയ ലിക്വിഡിറ്റി അപ്പ് സൈഡ് ഡൗൺ സൈഡ് അങ്ങനെ എടുത്ത് പോവാണ്. അപ്പോൾ വലിയൊരു മൂവ്മെന്റ് ഏതെങ്കിലും ഒന്ന് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് എടുത്തത്. പക്ഷേ ഈ മാസങ്ങളിൽ അധിക ട്രേഡ്സിലും കോസ്റ്റിൽ ഇറങ്ങുക. ഒരു ഹയസ്റ്റ് ലിക്വിഡിറ്റി എടുക്കും, താഴേക്ക് കയറും, പക്ഷെ വലിയ ടാർജറ്റ് വെക്കും, പക്ഷേ താഴെയുള്ള ലിക്വിഡിറ്റി എടുത്ത് മേലേക്ക് പോകും. അപ്പോൾ കോസ്റ്റ് പ്രൈസിൽ അടിച്ചു. പിന്നെ മേലെ നിന്ന് താഴേക്ക് എടുക്കും, വലിയ ടാർജറ്റ് വെക്കും, അത് ഹയസ്റ്റ് ലിക്വിഡിറ്റി എടുക്കുമ്പോൾ കോസ്റ്റ് പ്രൈസിലേക്ക് വെക്കും, അത് അങ്ങനെയുള്ള ദിവസങ്ങളായിരുന്നു ഗോൾഡിൽ. അവസാനം അടിപൊളി ഒരു ട്രേഡ് ജസ്റ്റ് SL ജസ്റ്റ് ടച്ചിട്ട് എഴുതാണ്ടാണ് ആളെ പോയത്. അത് ഞാനൊരു ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ജസ്റ്റ് ക്യാൻഡിൽ ടാപ്പ് ചെയ്ത ക്യാൻഡിൽ താഴേക്ക് മാർക്കറ്റ് വന്ന് പെടുത്തതാണ്. അത് മേലെ ഒരു ലിക്വിഡിറ്റി എടുത്തു, അവിടുന്ന് ഇറങ്ങിയാൽ തന്നെ 10 പോയിന്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇറങ്ങിയില്ല. ഞാൻ സ്റ്റോപ്പ് ലോസ് തന്നെ കൊടുത്തു. സ്റ്റോപ്പ് ലോസ് മോഡിഫൈ ചെയ്തില്ല, കോസ്റ്റ് വെച്ചില്ലെന്നല്ലേ. അത് പക്ഷേ SL അടിച്ചിട്ടാണ് പിന്നെ പോയത് ഗോൾഡിൽ. നല്ലൊരു ട്രേഡായിരുന്നു. അതിനുശേഷം സ്റ്റിൽ ബുള്ളിഷായി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 2:48 ആയിട്ടുണ്ട്. ഞാൻ ഒന്ന് പുറത്തിറങ്ങിയിട്ട് തിരിച്ചു വന്നു. അതിൽ നമ്മൾ രാവിലെ എടുത്ത ആ ഒരു ട്രേഡ് ഉണ്ടല്ലോ, 7000, 8000 വരെയൊക്കെ പ്രോഫിറ്റ് കാണിച്ചതിന് ശേഷം ഞാൻ ചെറിയൊരു പ്രോഫിറ്റിൽ, അതായത് കോസ്റ്റ് പ്രൈസിനെക്കാൾ ചെറിയൊരു പ്രോഫിറ്റിൽ എക്സിറ്റ് ചെയ്താണ് ട്രേഡ്. കാരണം അതിൻ്റെ വരവ് കണ്ട സമയത്ത് നമ്മൾ ഓവറോൾ ആ ഒരു ട്രേഡിൽ 10,000 എബോവ് പ്രോഫിറ്റ് വന്നിരുന്നു. ഇത് നമ്മളൊരു ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് IDX പ്രീവിയസ് ഡേയിൽ ഇന്നലെ ലാസ്റ്റ് ടൈമിൽ ഇതേമാതിരി ഒരു മൂവ്മെന്റ് ഉണ്ടായിരുന്നു. ഒരു 5 മിനിറ്റിൻ്റെ IDX എടുത്തിട്ട് മുകളിലേക്ക് പോകണമായി കണ്ടിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ആ ഒരു ഏരിയയിൽ നിന്ന് ഒരു ട്രേഡ് അറ്റംപ്റ്റ് ചെയ്ത് എന്നിട്ട് ട്രേഡ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിരുന്നതാണ്. ഞാൻ പുറത്തു പോയ സമയത്ത് മൊബൈലിൽ ഒരു ട്രേഡ് എടുത്താണ് 26,000 പുട്ട് ഓപ്ഷൻ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു 26,000 മുകളിലേക്ക് മാർക്കറ്റ് ഫാസ്റ്റായിട്ട് പോവുകയാണെങ്കിൽ നമുക്കൊരു ഡൗൺ സൈഡ് ട്രേഡ് നോക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ അതൊരു 1:1 ആയ സമയത്ത് തന്നെ ഞാനത് കോസ്റ്റ് പ്രൈസിലേക്ക് വെച്ചു. അത് അടിച്ചു പോയതാണ് 26,000 പുട്ട് ഓപ്ഷൻ. അപ്പോൾ ഇനി ട്രേഡ് ചെയ്യണ്ട എന്നുള്ള രീതിയിൽ നിന്നതാണ്. അതുപോലെ സമയം ഒരുപാട് വൈകുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഒരു ട്രേഡും കൂടെ അറ്റംപ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ലാസ്റ്റ് ടൈം വരെ വെയിറ്റ് ചെയ്ത സമയത്ത് ഒരു 5 മിനിറ്റ്സ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തപ്പോൾ ട്രേഡ് നോക്കിയതാണ്. ഇന്ന് രാവിലെ നമ്മൾ ഫസ്റ്റ് ട്രേഡ് SL, രണ്ടാമത്തെ ട്രേഡ് കറക്റ്റായിട്ട് നല്ലൊരു മൊമെൻറ്റം കിട്ടിയിരുന്നു. ഞാൻ പറഞ്ഞ പോലെ ഒരു 10,000 ഒക്കെ പ്രോഫിറ്റ് വന്നിരുന്നു. പക്ഷെ നമ്മൾ ടാർഗറ്റ് അടിക്കാത്തതിനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റില്ല. ഈ ഇന്നത്തെ രസതല്ല, ഇന്നത്തെ ഡേ ഹൈ എന്നുള്ള ഏരിയയിൽ നിന്ന് മാർക്കറ്റ് എത്ര പ്രാവശ്യം റിവേഴ്സ് ചെയ്ത് അവസാനമാണ് അത് പോയിട്ട് ഇപ്പോൾ ബ്രേക്ക് ചെയ്തത്. അത് ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും താഴെ വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനത് ബ്രേക്ക് ചെയ്യും തന്നെ വിചാരിച്ചിരുന്നു. പക്ഷെ ഒരുപാട് സമയം കറക്റ്റ് ഡേ ഹൈൻ്റെ അവിടെ വരെ പോകും, താഴെ വരും, ഡേ ഹൈൻ്റെ അവിടെ വരെ പോയി. അങ്ങനെ മാർക്കറ്റ് സ്പെൻഡ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് അതൊരു എൻ്റെ മുകളിലേക്ക് എന്തായാലും ഒന്ന് പോകാൻ പോസിബിലിറ്റി ഉണ്ട് എന്ന്. പക്ഷേ അവിടുന്ന് ഒന്ന് മേലേക്കൊന്നൊരു ട്രേഡ് എടുക്കാനുള്ളൊരു ഒരു ഏരിയ ഒന്നും എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ അപ്പ് സൈഡിലേക്ക് ഇതുവരെ ട്രേഡ് ചെയ്യാതിരുന്നത്. ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്താൽ ഒന്ന് കോസ്റ്റ് പ്രൈസിലേക്ക് വെച്ച് അത് SL അടിച്ചു ചെയ്ത് കുഴപ്പമില്ല. ഇന്നിപ്പോൾ ഏതായാലും ഓൾറെഡി നമ്മളിപ്പോൾ ഇത് 3 ട്രേഡ് ചെയ്തിട്ടുണ്ട്. ഇത് 4ാമത്തെ ട്രേഡാണ്. പക്ഷേ ഫസ്റ്റ് ട്രേഡ് SL ആണുള്ളൂ, രണ്ടാമത്തേത് കോസ്റ്റ് പ്രൈസ്, മൂന്നാമത്തതും കോസ്റ്റ് പ്രൈസിൽ വെച്ചതാണ്. ഒരു മൊമെൻറ്റം തോന്നില്ല എനിക്ക്. താഴേക്ക് തന്നെ ഹോൾഡ് ചെയ്ത് പിടിക്കാൻ തോന്നാത്ത കാരണം എന്താ വെച്ചാൽ ഡേ ഹൈ എന്നുള്ളൊരു ഏരിയൻ്റെ അടുത്ത് നിന്ന് ഒരുപാട് സമയം താഴേക്ക് ഇങ്ങനെ റിജക്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഡേ ഹൈ എടുക്കാൻ പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളൊരു തോന്നല. ഞാനിപ്പോൾ ആ ഒരു പുട്ട് ഓപ്ഷൻ അവിടെ വെച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ എൻ്റെ SL അടിച്ച് പോകും. കാരണം ഡേ ഹൈ എടുത്ത സമയത്ത് കറക്റ്റായിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ഡേ ഹൈ പോയി എടുത്തു മാർക്കറ്റ്. ഇനിയിപ്പോൾ 2.50 കൊണ്ട് പ്രീമിയത്തിന് വലിയ മൊമെൻ്റ് ഉണ്ടാവുമെന്ന് അറിയില്ല. ഏതായാലും 3 മണിയാകുമ്പോൾ എക്സിറ്റ് ചെയ്യും ഞാൻ. സമയമില്ല നമുക്കധികം. ലോസ് ആണെങ്കിലും സ്റ്റോപ്പ് ലോസ് ഞാൻ 6 പോയിന്റ് തന്നെ വെച്ചിട്ടുണ്ട്. നമുക്ക് ലോസ് വരികയാണെങ്കിൽ അടിച്ചു പോയിക്കോട്ടെ. ഇനി അഥവാ ടാർഗറ്റ് വരികയാണെങ്കിൽ ടാർഗറ്റ് ഒരുപാട് മേലെയാണ്. ഇനി അതെല്ലാം 3 മണിയാകുന്ന സമയത്ത് ലോസ് എത്രയാണോ, അതിലേക്ക് എത്ര പ്രോഫിറ്റ് ആണോ ആ ഒരു ഏരിയയിൽ നമ്മൾ എക്സിറ്റ് ചെയ്യുന്നതാണ്. 2.51 ഇതെടുക്കാൻ കാരണം എന്താ വെച്ചാൽ പ്രീവിയസ് ഡേയിലും ഇതേപോലെ ഒരു ലാസ്റ്റ് ടൈമിൽ മാർക്കറ്റ് കുറേ സ്പെൻഡ് ചെയ്തതിന് ശേഷം താഴേക്ക് തന്നെ വന്നിട്ട് ഒരു 5 മിനിറ്റ്സ് ഐഡിയസ് ഒക്കെ പോലെ എടുത്തിട്ട് വീണ്ടും മുകളിലേക്ക് പോണ മാതിരി കണ്ടിട്ടുണ്ട്. അതേപോലെ ഒരു പാറ്റേൺ കണ്ട സമയത്ത് എടുത്തുന്നുള്ളൂ. ട്രേഡ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിരുന്നതാണ്. അതുപോലെ ചെറിയൊരു ട്രെൻഡ് ലൈനൊക്കെ ബ്രേക്ക് ഔട്ട് ചെയ്ത് 2-3 പ്രാവശ്യം താഴേക്ക് വരുന്നു. ഇപ്പോൾ മാർക്കറ്റ് ഒറ്റ പ്രാവശ്യം ലിക്വിഡിറ്റി എടുത്തിട്ടല്ലേ വരുന്നു. കുറേ താഴേക്ക് തന്നെ ഞാൻ പോകും എന്നുള്ള തോന്നലൊക്കെ 2-3 പ്രാവശ്യം ഉണ്ടാക്കിയിട്ടൊക്കെയാണ് പോകുന്നത്. പല സ്റ്റൈലാണ് ഓരോ ദിവസം മാർക്കറ്റ് മൂവ് ചെയ്യുക. നമുക്ക് എന്നും ഓരോ രീതിയിലാണെന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ചാർട്ട് കാണുന്നില്ല എന്ന് 2 ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതാണ് നമ്മുടെ ആ നിഫ്റ്റിൻ്റെ സ്പോട്ട് ചാർട്ടാണോ കാണാത്തത്, അല്ലെങ്കിൽ പ്രീമിയത്തിൻ്റെതാണോ, അത് കുറച്ചുകൂടി വലുതാക്കണം എന്നാണോ ഉദ്ദേശിച്ചത്, അങ്ങനെ എന്താ വെച്ചാൽ ഒന്ന് പറയണം കേട്ടോ കമൻറ്റിൽ. ഓക്കെ, ഞാൻ ഏതായാലും ഒന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചു തരാം. സമയം 3 മണിയായിട്ട് നമുക്ക് എക്സിറ്റ് ചെയ്യാം. അത്യാവശ്യം നല്ലൊരു സ്പൈക്ക് കിട്ടിയിട്ടുണ്ട്, ഇതിൽ എക്സിറ്റ് ചെയ്യാം. അതല്ല, ഇനി അധികം കാത്തിക്കണ്ട. ഡേ ഹൈ ഒന്നും എടുക്കാൻ നിൽക്കണം. 3 മണിയായില്ലേ, നമുക്ക് ഇറങ്ങാം. എടുക്കുമോ നോക്കട്ടെ. ഇല്ല, പോട്ടെ. അഥവാ ഇറങ്ങണമെങ്കിൽ എക്സിറ്റ് ചെയ്യാം, പോട്ടെ. അതൊക്കെ മതി. 4,350 രൂപ പ്രോഫിറ്റിലായിട്ട് അവസാനം. നമ്മളിന്ന് ലോസിൽ എക്സിറ്റ് ചെയ്യേണ്ടിയിരുന്ന് വിചാരിച്ചതാണ് മാർക്കറ്റ് ഇന്നത്തെ ദിവസം. പക്ഷേ അവസാന നിമിഷത്തിൽ ഞാൻ ആ ട്രേഡ് എടുക്കണമെന്നൊരു ഡബിൾ മൈൻഡിൽ എടുത്തതാണ്. അതിനെക്കൊണ്ട് ഒരു പ്രോഫിറ്റ് കിട്ടി. സാധാരണ ലാസ്റ്റ് 2:45 കഴിഞ്ഞാൽ ഇച്ചിരി റിസ്ക് ആണ്. മാർക്കറ്റ് ചിലപ്പോൾ ഒരു മൊമെൻറ്റം തരൂല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സൈഡ് വൈസ് അടിച്ച് നമ്മൾ എങ്ങോട്ടെങ്കിലും പറക്കുമെന്ന് വിചാരിക്കും. എങ്ങോട്ടും പറക്കൂല, അങ്ങനെ നിന്ന് തീരും അത്. അതുകൊണ്ട് അതേമാതിരി പ്രീമിയം അങ്ങോട്ട് തന്നെ വന്ന് എക്സിറ്റ് ചെയ്താൽ നന്നായി. ഏതായാലും നമുക്കിനി നാളത്തെ ദിവസം നോക്കാം. നാളെ മാർക്കറ്റിൽ നല്ലൊരു ചാൻസ് വരികയാണെങ്കിൽ നമുക്ക് ട്രേഡ് എടുക്കാം. ഓക്കെ, 4,350 രൂപ പ്രോഫിറ്റ് ഉണ്ട്. താങ്ക് യു, ബൈ.